ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്താലോ? കുറേ ആയിട്ടും ഇത് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പോട്ടിഫൈ കാർഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ് ചെയ്യുന്നുണ്ട്. ഞാൻ പെയിൻറ്റിൻ്റെ പകരം മാർക്കറാണ് കേട്ടോ യൂസ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. സെൻറ്ററിലായിട്ടൊരു ഹേർട്ടും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോർഡർ നമുക്ക് കാണുന്ന രീതിയിൽ ബാക്കിയും കൂടെ നമുക്ക് കളർ ചെയ്യാം. ഇനി ഒരു ബ്ലാക്ക് ജെല്ലിങ്ക് യൂസ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഏതാണോ അത് എഴുതി കൊടുക്കുക. ഇനി ഒരു സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വരക്കുക കേട്ടോ. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈൻസിൻ്റെ താഴെയൊക്കെ ഓരോ ഡോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ചെയ്താൽ മതി. സിമ്പിളാണ് കേട്ടോ. ഒരു 2 ലൈനൊക്കെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. കെട്ട് കൊടുങ്ങാതെ പതുക്കെ ചെയ്താൽ മതി. പിന്നെ ലൂസ് ആക്കരുത് കേട്ടോ, നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ ബാക്കിൽ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് കേട്ടോ ബാക്ക് സൈഡ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റോ ഇല്ലേ എന്നൊക്കെ ജസ്റ്റ് നോക്കുക. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് അയച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.